ഞാൻ മറ്റേ മന്ത്രി പോയി കണ്ട് നമ്മുടെ മുഖ്യമന്ത്രിനെ. ഇപ്പൊ എനിക്കിത് കാണണം. ഞാൻ നാട്ടിൽ വന്നാണ് എന്റെ ആങ്ങളായിട്ട്. അപ്പൊ ഞാൻ ദേവനെ ഇവരൊക്കെ വെച്ച് പൂജിക്കുന്ന ആരാധിക്കുന്ന ആളാണ്. എനിക്ക് സേവ കിട്ടിയിട്ടുണ്ട്. പോരെ സത്യം. ക്ഷേത്രം നിങ്ങൾ ഞാൻ ചേലക്കരയുള്ള ആളാണ്. ചേലക്കര, തൃശ്ശൂർ, തിരുവല്ലാമല ഭാഗം. പ്രധാനമന്ത്രി കാണാൻ വേണ്ടി മാത്രം അതിനു വേണ്ടിയല്ല, ഇവിടെ മകൻ താമസിക്കുന്നുണ്ട്. അപ്പൊ മകന്റെ അടുത്തേക്കും കൂടി വന്നതാണ്. ക്ഷേത്രം ഭയങ്കര പ്രശസ്തമല്ലേ? ഈ നാലമ്പലങ്ങളിൽ പിന്നെ എത്രയോ വട്ടം വന്നിട്ടുണ്ട്, വരാറുണ്ട്. ഇപ്പൊ ഇവിടെയാണ് താമസിക്കുന്നത്, ഇവിടെ അടുത്താണ്. അപ്പൊ എന്നാ അങ്ങോരെ കാണാം എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര പേര് കേട്ട ആളാണ് ശ്രീരാമൻ. വലിയ ശക്തിയുള്ള എന്റെ വീട്ടിൽ നിത്യപൂജന് ശ്രീരാമനെ നിത്യം ഞാൻ ഞായറാഴ്ച മാല ഇട്ടിടും. കൃഷ്ണനുണ്ട് അവിടെ. പിന്നെ എല്ലാ ദേവങ്ങളെ വെച്ച് ആരാധിച്ച് നിത്യപൂജൻ എന്റെ വീട്ടില്. ഈ കർക്കിടക മാസത്തിലൊക്കെ ഇവിടുത്തെ നാലമ്പലങ്ങളിൽ പോകുന്ന വലിയ കാര്യമായിട്ടാണ് ഭക്തർ കരുതുന്നത് അല്ലേ? നിങ്ങളൊക്കെ പോകാറുണ്ടോ? നാലമ്പലം തൊഴാൻ പോവാറുണ്ട്. അദ്ദേഹം ഇന്ന് ഇവിടെ മീനൂട്ടൊക്കെ നടത്തുമെന്ന് പറയുന്നു. മീനൂട്ട് നടത്താറുണ്ട്. പ്രധാനമന്ത്രി വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം ഇവിടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നു. അത് കാരണം കൊണ്ട് തൃശ്ശൂർ പോകാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ വന്ന് കാണാൻ പറ്റിയില്ല, സന്തോഷമുണ്ട്. നിങ്ങളുടെ അമ്പലത്തിന്റെ പേരും നാട് മൊത്തം അതോടുകൂടി ഇത് പ്രശസ്തിയാവുമല്ലോ. അല്ലെങ്കിലാണ് ശ്രീരാമന്റെ അമ്പലം. ഞങ്ങൾ തൃശ്ശൂർ വന്നപ്പോ കാണാൻ പറ്റിയില്ല. അപ്പൊ ആ ഇതില് ഇപ്പൊ ഇവിടെ തൃപ്പയാർ വന്നിട്ട് കാണാന്നുള്ളതില് എന്റെ വീട് എന്തിക്കാടാണ്. അപ്പൊ പിന്നെ നല്ല ഒരു സൗകര്യത്തോടു കൂടി ഒന്ന് കാണാൻ നേരത്തെ വന്നു. ലോകം മൊത്തം ഇപ്പൊ തൃപ്രയാർ തിരയാണ്. ഏതാണ് അവിടുത്തെ കഥ, ചരിത്രം ഏതാണ്, ഐതിഹ്യം ഏതാണ്? സ്വതവേ എല്ലാവർക്കും അറിയുന്നതാണ്. തൃപ്രയാർ ക്ഷേത്രം ഏതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. നമസ്കാരം. അദ്ദേഹത്തിന്റെ വരവിന് നിങ്ങളൊക്കെ എങ്ങനെയാണ്? കാത്തിരിക്കുകയാണ് അത് തന്നെ കാണാൻ വേണ്ടിട്ട്. ഇവിടെ ഉള്ള ആളുകൾ തന്നെ അവരുടെ തന്നെയുള്ളവർ തന്നെ. തൃപ്രയാർ ലോകം മൊത്തം പെട്ടെന്ന് അങ്ങ് പ്രശസ്തമായി. നേരത്തെ തന്നെ പ്രശസ്തമാണ്. തൃപ്രയാർ ക്ഷേത്രം ഓൾറെഡി നല്ല ഫേമസ് ഉള്ള ക്ഷേത്രമാണ്. അദ്ദേഹത്തിന്റെ വരവും കൂടി ആകുമ്പോ എല്ലാവർക്കും സന്തോഷം. അടുത്ത് കാണാലോ. അതെ തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ക്ഷേത്രമാണ്. ഓക്കെ, അപ്പോൾ ശ്രീരാമസ്വാമിയുടെ മണ്ണിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോദി വരുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ രാവിലെ തൊട്ട് എല്ലാവരും മീറ്റിംഗ് ആണ്. അദ്ദേഹം വരുന്നതോടുകൂടി കൂടുതൽ ഇടങ്ങളിലേക്ക് ക്ഷേത്രത്തിന് ഒരു പ്രസിദ്ധി. തീർച്ചയായിട്ടും ഓൾറെഡി ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപ്രയാർ ഫേമസ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം വരുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ സ്ഥലങ്ങളിലോട്ട് നമ്മുടെ അമ്പലത്തിന്റെയും നമ്മുടെ നാടിന്റെ പേരും എല്ലാം അവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് കരുതുന്നത് ഈ അദ്ദേഹം വരുന്നത്? ആൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, മുന്നേ കണ്ടിട്ടില്ല. ആഗ്രഹം ഉണ്ടായിരുന്നോ? ആഗ്രഹമുണ്ട്, അതാണ് വന്നത്. നിങ്ങൾ ഇവിടെ ഉള്ള ആളുകൾ തന്നെ? അവിടെയുള്ള ആളുകൾ. എങ്ങനെയാണ് ഈ ക്ഷേത്രം വലിയ പ്രശസ്തമാണോ? ഈ നാലമ്പല ദർശനമൊക്കെ വലിയ മേന്മയുള്ളതാണെന്ന്? അതെ, നമ്മുടെ ശ്രീരാമന്റെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഇത്. അപ്പോ തെക്കേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം, നാലമ്പലങ്ങളിൽ ഉള്ള ക്ഷേത്രമാണ്. നാലമ്പല ദർശനത്തിനൊക്കെ പോകാറുണ്ടോ? പോകാറുണ്ട്. മോദിനൊന്ന് കാണണം. തൃശ്ശൂർ പോകുമ്പോ കാണാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ ഒന്നും കാണണം, അതാണ് പോന്നത്. നല്ല ഒരു തുടക്കമാണ് നമ്മൾ നാലമ്പല ദർശനത്തിന് അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് മൊത്തത്തില് എല്ലാം നല്ല. ഈ നാലമ്പല ദർശനം വലിയ മേന്മയുള്ളതാണല്ലേ? അതെ. ഒരു മാസം ഇവിടെ എല്ലാവർക്കും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നതാണ്. ഇവിടെ കിലോമീറ്ററുകളോളം ക്യൂ ഒക്കെ നിന്നിട്ടാണ് ആൾക്കാർ വരുന്നത്. വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് ഇവിടെ. പിന്നെ തേവര പുറപ്പാട്, അത് 23-ാം തീയതി, മാർച്ച് 23 ദേവര പുറപ്പാട്, പൂരം പുറപ്പാട് വരുന്നത്. അതും ഒരാഴ്ച എല്ലാവർക്കും ആഘോഷമാണ്. എല്ലാ ജാതി മതസ്ഥരും ഒന്നിച്ച് വണങ്ങുന്ന, തേവരെ വണങ്ങുന്ന ഒരു വിളക്കൊക്കെ വെച്ചിട്ട് എല്ലാ ജാതിപത എല്ലാവരും നല്ലൊരു ഇത്തവണത്തെ ആഘോഷത്തിന് ഒരു ഇരട്ടിയായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. അതെ, തന്നെ പ്രസിദ്ധിയുള്ള ക്ഷേത്രമാണെങ്കിലും ഇപ്പോൾ ലോകം തിരയാൻ തുടങ്ങി. ആരാണ് തൃപ്രയാർ ക്ഷേത്രം? എവിടെ, എന്താണ് അതിന്റെ ചരിത്രം? അതെ 2000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണത്. അവിടെ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പങ്കെടുക്കുന്നതാണ്? മീനൂട്ടിൽ പങ്കെടുക്കുന്നു പറഞ്ഞുള്ളത്. വെടിവഴിപാടില്ല. വെടിവഴിപാട് നിയമവഴി മാത്രം അംഗീകരിച്ചുള്ള എല്ലാ സമയവും എടുത്തു മാറ്റാൻ ഇന്നലെ തന്നെ SPG വഴിപാടുകൾ ഉണ്ടാവും, പുഷ്പാഞ്ജലി അങ്ങനെയുള്ള സാധനങ്ങൾ. മറ്റുള്ളതൊന്നും വെടിവഴിപാട് പാടില്ല എന്ന് ഇന്നലെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. വെടിവഴിപാട് കരിമരുന്നുകളൊക്കെ നിയമവഴിക്ക് മാത്രം സാങ്ഷനുള്ളൂ. SPGക്കാർ പ്രത്യേകം പറഞ്ഞു നിയമവഴി മാത്രം. രാവിലെ 9 മണി ദർശനം ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ SPGക്കാർ 6:30 തൊട്ട് സ്റ്റോപ്പ് ചെയ്തു. ഉള്ളിലേക്ക് കയറ്റിയില്ല. ദർശനം ഉണ്ടായിരിക്കുന്നില്ല. ആൾക്കാർ ഒരുപാട് വന്നിട്ട് ആചാരപടി ഏറ്റവും വലിയ അതാണ്. പക്ഷെ അത് വേണ്ടെന്നാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ
അദ്ദേഹം മീനൂട്ടിൽ മാത്രമാണ് പങ്കെടുത്തത്. മീനൂട്ടിൽ മാത്രമേ പങ്കെടുക്കുള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ ഒക്കെ പുഷ്പാഞ്ജലി അങ്ങനെയുള്ള നാലകത്ത് വേറെ എത്ര നേരം അകത്തുണ്ടാവുന്ന 15 മിനിറ്റാണ് അകത്തുണ്ടാവും. 15 മിനിറ്റാണ്. 1 മണിക്കൂർ ഇവിടെ ചെലവഴിച്ച് 15 മിനിറ്റ് ക്ഷേത്രത്തിന് അകത്ത് 15 മിനിറ്റ് ഉണ്ടാവും. പുറത്തെല്ലാം കൂടെ പുറത്തെല്ലാം മീനൂട്ടെല്ലാം അടക്കം 1 മണിക്കൂർ. ഈ ദർശനത്തിൽ ഈ വരവിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇവിടെ തന്നെയാണ്. അതെ, ഒരു സ്ഥലത്ത്. അതെ. പുള്ളി ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഇത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുള്ളിക്ക് ഡ്രസ് ചേഞ്ച് ഇവിടെ അമ്പലത്തിൽ ഇവിടെ ഡ്രസ് ചെയ്ത് ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുറി ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വസ്ത്രം മാറി ക്ഷേത്ര ദർശനം നടത്തുന്നതാണ്. അതായത് ഒരു ക്ഷണം ആണ് ഈ നിമിത്തമായത്. അതെ. അല്ല, ഇവിടുന്ന് പാർട്ടിയിലെ ആൾക്കാർ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് അതിനെ പുള്ളി ഈ രാമക്ഷേത്രം വഴി ഇവിടെ ഇപ്പോൾ 2000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണുള്ളത്. അപ്പോൾ ഇവിടെയും സാറ് തൊഴുതിട്ട് വേണം അവിടെ ഒന്ന് ഇതാവണമെന്നുള്ള മെയിൽ വന്നു. 2 ദിവസം മുമ്പാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് മെയിൽ വന്നു. പെട്ടെന്നൊരു അനുമതി വന്നല്ലേ ഗുരുവായൂർ? അറിഞ്ഞില്ല. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇവിടെ SPG-കാരെല്ലാവരും വന്നപ്പോഴും ഇവിടെ ജനങ്ങളെല്ലാവരും അറിയുന്നത് തന്നെ വരുന്നുണ്ട് തന്നെ. എന്താ ഇവിടെ പ്രശ്നം? അത്രയും എന്നുവെച്ചാൽ 10-20 വണ്ടികളും എല്ലാം കൂടിയിട്ട് എല്ലാവരും എന്താണെന്ന് അറിയില്ല ആൾക്ക്. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് പ്രധാനമന്ത്രി ഇവിടെ ദർശനം നടത്തുന്നുണ്ടെന്നുള്ളത്. ഞെട്ടിപ്പോയി എല്ലാവരും. അല്ല, ഈ ക്ഷേത്രത്തിന് വലിയ പേരല്ല, ലോകം മുഴുവൻ അറിയാൻ പോവല്ലേ ഇനി. തൃപ്പയാർ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി എത്തുന്നുണ്ടെങ്കിൽ വലിയൊരു ഇതല്ലേ. അദ്ദേഹം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷേത്രത്തെ നല്ലൊരു ഇതാക്കും എന്നുള്ള പ്രതീക്ഷയാണ് ജനങ്ങളെല്ലാവരും. വലിയ വരവേൽപ്പ് കൊടുത്താണ്. വരവേൽപ്പ്, അതെ. എല്ലാ പാർട്ടിക്കാരും കൂടിയിട്ട് ഉണ്ടെന്നാണ് എന്നത്. നിങ്ങൾ എന്തായാലും 1 മണിക്കൂർ ഇവിടെ കാത്തു നിൽക്കും എല്ലാവരും. യാത്ര ഇവിടെ കാത്തിരിക്കണം എല്ലാവരും. 6 മണി തൊട്ടേ ഇവിടെ ക്ഷേത്ര ദർശനം 6:30 ക്ലോസ് ചെയ്തിരുന്നു. 6 SPG 9 മണി വരെ ദർശനം ഉണ്ടായിരിക്കുന്നു പറഞ്ഞത്. ഇപ്പൊ 6:30 ക്ലോസ് ചെയ്തു. ഇനി 11ക്ക് ശേഷം ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നുള്ളൂ. മടങ്ങി കഴിഞ്ഞ് മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കുന്നുള്ളൂ. അതെ, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മോള് നിർബന്ധിച്ചപ്പോ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. ഭയങ്കര ഒരു ആവേശല്ലേ പ്രധാനമന്ത്രിനെ കാണാന്ന് പറയുന്നത്. ഇല്ല, ആദ്യമായിട്ടിരിക്കുക. അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇല്ല, അത് ജോലിയുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഇപ്പൊ നമ്മുടെ നാടാണ്, ഞങ്ങളുടെ സ്വാമിയാണ്, ശ്രീരാമസ്വാമിയാണ്, ഞങ്ങളുടെ തേവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കാണണം. ശക്തിയുള്ള തേവരാണ്. അതെ, ഞങ്ങളുടെ തേവരാണ്. ഞങ്ങളുടെ നാട് ഭരിക്കുന്ന തേവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കാണണം. അവർ കാണാൻ വരുമ്പോ പിന്നെ ഞങ്ങളുടെ നാട് ഫേമസ് ആവും. കുറച്ചും കൂടെ നാലമ്പലം കുറച്ചും കൂടെ ഫേമസ് ആവും. എല്ലാം കൊണ്ടും മൊത്തം ഇപ്പൊ തന്നെ തിരയാൻ തുടങ്ങി. ഏതാണ് തൃപ്രയാർ അമ്പലം, അവിടുത്തെ ഐതിഹ്യം ഏത്, ചരിത്രം ഏത്, പ്രധാന ആചാരങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അതെ. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആചാരങ്ങൾ? മീനൂട്ടുണ്ട്, വെടി വഴിപാടുണ്ട്. കാണാൻ കഴിഞ്ഞില്ല, വാഹനത്തിൽ പോണേ ഉള്ളൂ. അങ്ങനെയുണ്ട്. കാണണം എന്നുണ്ടായിരുന്നു, ഇറങ്ങി കാണണം. തീർച്ചയായിട്ടും ഇത്രയും നമ്മുടെ ഒരു പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമുക്ക് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ, അത് തന്നെ വന്നത്. പക്ഷെ പറ്റിയില്ല. അങ്ങനെയല്ല, കാണാൻ വേണ്ടി നിക്കണത്. ആളെ ഇറങ്ങി വരുന്ന പ്രതീക്ഷ അറിയില്ല. ചിലപ്പോ കാറിന്റെ പുറത്തേക്ക് ഞങ്ങളതാ വിചാരിക്കണത്. അത് വിചാരിച്ച് നിക്കണത്, വെയിറ്റ് ചെയ്ത് നിക്കണത്. അതിനല്ലേ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിക്കണത്. കാണണം എന്ന് നിർബന്ധമുണ്ട്. കാറ് പോകുന്ന മാത്രമേ കാണാൻ പറ്റൂ. അത് ഇപ്പൊ നടന്നു പറഞ്ഞത് കാണണം വിചാരിച്ചിട്ട് നിക്കണത്. നടന്നു വരുവോ അറിയില്ല. അങ്ങനെ ഉദ്ദേശിക്കണേ. വലിയ സുരക്ഷാ സന്നാഹങ്ങളൊക്കെയാ, പോലീസും SPG അവരിറക്കി നടത്തുമെന്ന് അറിയില്ല. കാത്തിരിക്കണം വരാൻ വേണ്ടിട്ട്. വരാതിരിക്കില്ല, നടക്കണമെന്ന് പറയും. എങ്ങനെയാന്ന് അറിയില്ലല്ലോ. അതാണ് ഒട്ടും കാണാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കായിരുന്നു. പുഷ്പങ്ങളൊക്കെ അത് ഞങ്ങൾ അങ്ങോട്ട് ഇട്ടു. ഇവിടുന്ന് കണ്ടില്ലെങ്കിലും അതറിഞ്ഞു. കാണാത്തതിൽ വിഷമമുണ്ട്, കാണാൻ പറ്റിയില്ല. എങ്ങനെയാണ് നിങ്ങളുടെ ഈ ക്ഷേത്രം ഒരു വലിയ പ്രശസ്തിയിലേക്ക് വരികയാണ്? ഇപ്പൊ ആളുകളൊക്കെ തിരയുന്നു ക്ഷേത്രത്തെ പറ്റി. ഞങ്ങള് പ്രധാനമായിട്ട് നാലമ്പലം, നമ്മൾക്ക് അതാണ് പ്രധാനമായിട്ട്. നമ്മൾ കർക്കിടക മാസത്തില് നാലമ്പലം തൊഴാനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതാ. പിന്നെ ഏകാദശി, ഇവിടുത്തെ പ്രധാന ആഘോഷമാണ് ഏകാദശി. പിന്നെ നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ട് നമ്മൾ എന്തായാലും ഇപ്പോഴാണ് കൂടുതലായിട്ട് ഇതിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്കും മനസ്സിലാവണത്. സത്യത്തില് തെരഞ്ഞു എന്താണ് പഴയ ചരിത്രമൊക്കെ കുറച്ചറിയാന്ന് വെച്ചാല് ഇത് ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹം എന്ന് പറയണത്. എന്നിട്ട് അത് ദ്വാരക മുങ്ങിയപ്പോ മുക്കുവന്മാർക്ക് കിട്ടിയിട്ട് ഇവിടെ പ്രതിഷ്ഠിക്കാന്ന്, അങ്ങനെയൊക്കെ ഐതിഹ്യം കേട്ടിട്ടുള്ളത്. അങ്ങനെ
അല്ല അല്ല അറിയാം അറിയാം ആ അതെ 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 ജനം അറിയുന്നു, അതാണല്ലോ ലോകം അറിയുന്നു. വരുമ്പോ തിരിച്ചു വരുമ്പോ കാണാൻ പറ്റും, തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷ എല്ലാവർക്കും. ഇറങ്ങുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. കാണാൻ പറ്റും. അതെ പുറത്തിറങ്ങും, എല്ലാവരും കാണാൻ പറ്റും. അതാണ് മനസ്സിലുള്ള പ്രതീക്ഷ. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതെ കുറെ നേരമായി, രാവിലെ ഒന്നാണ്. അദ്ദേഹത്തിന്റെ കാർ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം. അല്ല, വരുമ്പോ കാണാൻ പറ്റും, തീർച്ചയായിട്ടും കാണാൻ പറ്റും. കാരണം ഇത് റോഡ് ഷോ ഒന്നുമല്ലല്ലോ, അല്ല ഈ ക്ഷേത്ര ദർശനം. അതെ, ക്ഷേത്ര ദർശനമാണ്. അതുകൊണ്ട് വരുമ്പോ കാണാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അതാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുന്നത്. അവർ പോവാതെ അനങ്ങാതെ അവിടെ നിൽക്കും. അതെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് മടങ്ങുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രശസ്തി ഇപ്പം ആഗോള തലത്തിലേക്ക് വരെ ഉയർന്നിരിക്കുകയാണ്? അതെ ആദ്യമായിട്ടൊരു പ്രധാനമന്ത്രിയുടെ വരുന്നത്, ചരിത്രത്തിൽ ആദ്യമായിട്ട്. അതുകൊണ്ട് ആഗോളതലത്തിൽ തന്നെ ഇതിന്റെ ഒരു പ്രശസ്തി വർദ്ധിച്ചിരിക്കുകയാണ്.